വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വെരി 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 സ്പെഷ്യലാണ്. ഈദിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ പഴനിറവ് റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രക്കായ വേണം, അതുപോലെ തന്നെ തേങ്ങ ചിരകി എടുത്തത് വേണം, പിന്നെ മൈദ, വാട്ടർ, ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഫില്ലിംഗ് ഗ്യാപ്പ് നമുക്ക് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കലക്കി വെച്ചിട്ടുള്ളത്. ബനാനയിൽ നമ്മൾ നന്നായിട്ട് നിറവൊക്കെ നിറച്ചതിന് ശേഷം ഏറ്റവും നൈസായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറഞ്ഞ ഓയിലിൽ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വെരി 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 ടേസ്റ്റിയാണ്. ഇതിലും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഫേവറേറ്റാണ്, അത്രയും അടിപൊളിയാണ്. പിന്നെ വിട്ടുപോയതെന്ന് വെച്ചാൽ ഏലക്കായപ്പൊടി ഇടണം, കാഷ്യൂ, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നാടൻ പൈനാപ്പിൾ അല്ല എന്ന് തോന്നുന്നു. അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സലാഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളത് നാടൻ ചോറുണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് സ്പെഷ്യലാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ഫ്രൈഡ് റൈസും നല്ല ചിക്കൻ ഗ്രേവിയും കൂടെ കഴിച്ച് നമ്മളങ്ങനെ ഉലാത്താൻ ഇറങ്ങി ഗൈസ്. നമ്മൾ ഉലാത്തിലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത്, പിന്നെ കുറച്ച് ബാർബീസിനൊക്കെ കണ്ടപ്പോൾ എനിക്കിത് നൊസ്റ്റു അടിച്ചു. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അത്ര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വിശന്നപ്പോൾ നമ്മൾ നേരെ പൊറോട്ടയും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നല്ല ദമ്മിട്ട നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഓൾ എടുക്കുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ആവുക. ന്യൂ മെമ്പേഴ്സ് ആണെങ്കിൽ ബെല്ലൈക്കൺ ഓൾ കൊടുക്കുക. പിന്നെ നല്ല പായസം ഉണ്ടായിരുന്നു. വെറൈറ്റി പായസങ്ങളാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കൽ. നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ പായസമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ നല്ല തൈരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എവിടേക്കാണ് പോയതെന്നും നിങ്ങളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. യൂട്യൂബിലാണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മുടെ ഈദിൻ്റെ വ്ളോഗ് എത്തിയിട്ടുണ്ട്.